ദിവ്യമായ ലീലകൾ വർണ്ണിക്കുകയാണ് ശ്രീശുബ്രഹ്മർഷി. നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഭഗവാന്റെ സത്വപ്രധാനമായിരിക്കുന്ന ലീലകളാണ് ദ്വാരകാലീലകളെല്ലാം. അവിടെ ഭഗവാൻ രുക്മിണിയെ വിധിപ്രകാരം വിവാഹം കഴിച്ചു. രാക്ഷസ വിധിപ്രകാരവും ഗാന്ധർവ വിധിപ്രകാരവും രണ്ടും ചേർന്ന രൂപത്തിൽ ഭഗവാൻ വിവാഹം കഴിച്ചു. പിന്നീട് ഇന്ന് നമ്മളോട് രാവിലെ തന്നെ പറയുകയാണ്, കാമദേവൻ ഭഗവാന്റെ പുത്രനായിട്ട് പ്രദ്യുമ്നൻ എന്ന പേരിൽ അവതരിച്ചുകൊണ്ട് ശംബരാസുരനെ വധിച്ച് ശംബരാസുരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മായാവതിയെ രതിയാക്കി മാറ്റി തന്നോടൊപ്പം ചേർത്തു. ശ്രദ്ധാരതി ഭക്തി അനുക്രമിഷ്യതി എന്ന് കപിലമൂർത്തി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ പ്രദ്യുമ്നൻ എന്ന ബുദ്ധി എന്തെന്നില്ലാത്ത രതി, അത് ഏത് രതിയാണ്? പാദസേവാ അഭിരുചി. ആ അഭിരുചിയിൽ ആ രതിയിലായി ഭഗവാനോടൊപ്പം ചേർന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ മറ്റു വിവാഹങ്ങളിലേക്ക് കടന്നത്. സത്രാജിത്തിനെ ഭഗവാൻ തന്നെ സൂര്യനായിട്ട് നിന്നുകൊണ്ട് ഒരു രത്നം കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ, തനിക്ക് ആരെയാണോ അനുഗ്രഹിക്കേണ്ടത് അവരുടെ അഹങ്കാരത്തിനെ ആദ്യം വളർത്തിയെടുക്കും ഭഗവാൻ, എന്നിട്ട് അതിനെ തല്ലിപ്പൊടിച്ച് കളയും. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. ഒരു അല്പമായിട്ടുള്ള ഒരു കരടെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഭഗവാൻ ഒപ്പില്ലാതാണ്. അതുകൂടി കളഞ്ഞ് ശുദ്ധമാക്കണം. ഓടക്കൊള്ളിൽ ഒരു ചെറിയ എന്തെങ്കിലും ഇരുന്നാൽ മതി, അപശബ്ദം വരുമ്പോൾ ഒറ്റയ്ക്കല്ലേ. ആ വയലിനും വീണയും ഒക്കെ നോക്കുമ്പോഴും തമ്പുരുമൊക്കെ അതിൻ്റെ ആ കമ്പികൾ വേണ്ട മാതിരി അല്ലാന്ന് വെച്ചാൽ ഇത്തിരി കൂടുതൽ മുറിക്കാലും ഇത്തിരി കുറഞ്ഞു മുറിക്കാലും ശരിയാവില്ല. അത് നേരെയാവണം. അത് അങ്ങനെ ആയാൽ മാത്രമേ അതിൻ്റെ ശ്രുതി നമ്മളോടൊപ്പം യോജിക്കുള്ളൂ. അതേപോലെ ഭഗവാൻ സത്രാചിന്യത്തിൻ്റെ ശ്രുതി അത് നേരെയാക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നല്ലൊരു സെമന്തകമണി കൊടുത്തത്. അപ്പം എന്തായി? എന്നും സ്വർണം ധാരാളം സമ്പത്ത് കിട്ടുമ്പോൾ അദ്ദേഹവും അഹങ്കരിച്ചു വയ്യാതെ കൊണ്ടായി. ആ അഹങ്കാരത്തിൻ്റെ ഫലം എന്തായി? അവസാനം ആ മണി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ സഹോദരനെയാകുന്ന വസേനനും നഷ്ടപ്പെട്ടു. അവസാനം ഭഗവാനെ കുറിച്ച് അപഖ്യാതി പറഞ്ഞെന്ന് കണ്ടപ്പോൾ ഭഗവാൻ എല്ലാവരോടൊപ്പം ചെന്ന് തൻ്റെ ഭക്തനായിരിക്കുന്ന ജാംബവാന്റെ ഗുഹയിൽ ചെന്ന് ജാംബവാനെ തോൽപ്പിച്ചു. തൻ്റെ ഭക്തനോടുകൂടി രണപ്രിയനായിരിക്കുന്ന ഭഗവാൻ കുറച്ചു നേരം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം അമ്പാടിയിലും വൃന്ദാവനത്തിലുമൊക്കെ അങ്ങനെ കുട്ടിക്കളികൾ ഇടിയൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം അതിനൊന്നും തരാവുന്നില്ല, പ്രായത്രയായില്ലേ. കാരണം എന്താ, യൗവനത്തിലേക്ക് പ്രവേശിച്ച് തമ്മിത്തല് വിടാൻ പോയാൽ എങ്ങനെയാണ്? അത് തോന്നിയിട്ടായിരിക്കും ഗുരുവായൂരപ്പന് ആ ജാമ്പവാനോട് തമ്മിത്തല് വിടാൻ അങ്ങോട്ട് ചെന്നു. ഇവിടെ പറയുകയാണ്, സ്വർഗയുദ്ധം സുഖമുള്ള മുഭയോ വിജിഗീഷോ. 28 ദിവസം ഭഗവാൻ അങ്ങനെ ഇടികൂടി. ഓരോ ഇടി കഴിയുമ്പോഴും ജയ് ശ്രീരാം എന്നുള്ള ആ മന്ത്രം ചൊല്ലിക്കൊണ്ടുള്ള ഇടി അങ്ങനെ കൊണ്ടുകൊണ്ട് തൻ്റെ ഭക്തനെ അനുഗ്രഹിച്ചു ഭഗവാൻ. ആ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ. സാക്ഷാത് ശ്രീരാമചന്ദ്രനായിട്ട് കോതണ്ഡപാണിയായിട്ട് ജാമ്പവാൻ ഏതൊരു ഭഗവാനെ കാണാനാണ് മോഹിച്ചത്. ഭഗവാൻ ആ രൂപത്തിൽ ദക്ഷിണ കൊടുത്തു. ആ സെമന്തകം എന്ന രത്നം മാത്രമല്ല, തൻ്റെ മകളായിരിക്കുന്ന ജാമ്പോതിയെയും കൊടുത്തു. ജാമ്പോതിയെ കൊണ്ടുവരുമ്പോഴാണ് സത്രാജിത്തിന് നാണക്കേട് തോന്നി. സത്രാജിത്ത് തൻ്റെ പുത്രിയായിരിക്കുന്ന ആ സത്യഭാമയെ കൂടി വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പം ഭഗവാന് 3 വിവാഹമായി. രുക്മിണി, ജാമ്പവതി, സത്യഭാമ 3 പേര്. ആരാണ് രുക്മിണി? രുക്മിണി ബുദ്ധിയാണ്. ജാമ്പവതി ആരാണ്? ജാമ്പവതി മനസ്സാണ്. സത്യഭാമ ആരാണ്? അഹങ്കാരം. ഒരു ജീവൻ ഒരമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കാര്യമാണ് ബുദ്ധി. അതാണ് രുക്മിണി. രണ്ടാമത് വരുന്നത് എന്താണ്? മനസ്സാണ്. അതാണ് ജാമ്പവതി. മൂന്നാമതാണത്രേ അഹങ്കാരം, ഞാനെന്ന ഭാവം. അതാണ് സത്യഭാമ. ഇപ്പോൾ ഒരു ജീവന്റെ പരിണാമഗതി, ഒരു ജീവൻ എങ്ങനെയാണ് ഈ രൂപത്തിലായിത്തീരുന്നത്, അതിനെയാണ് ഭഗവാന്റെ വിവാഹങ്ങളെ കൊണ്ട് കാണിച്ചു തരാറില്ല. അതുകൊണ്ട് കുറേ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയിൽ താല്പര്യമില്ല. കാരണം എന്താ,
സ്ത്രീ പുരുഷൻ എന്നുള്ള ഭാവവ്യത്യാസം നമുക്കേ ഉള്ളൂ. സ്ത്രീകൾ ആ ഭാഗത്ത്, പുരുഷന്മാർ ഈ ഭാഗത്ത്, അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ നമ്മുടെ ഉണ്ടാക്കി വെച്ച നിയമമാണ്. ഗുരുവായൂരപ്പന് അങ്ങനെയില്ല. എന്ന സ്ത്രീ എന്ന കണ്ടോ എന്ന കുമാൻ എന്ന ജന്തു എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആളല്ലേ ഭഗവാൻ. ശരീരം കൊണ്ട് വേറെയായിട്ട് തോന്നുന്നത് നമുക്കാണ്. ഭഗവാൻ അങ്ങനെയില്ല. എല്ലാവരുടെയും ഉള്ളിലും പ്രാണസ്വരൂപേണ നിറഞ്ഞിരിക്കുന്ന ആൾ ഈശ്വരൻ. ആത്മസ്വരൂപേണ നിറഞ്ഞിരിക്കുമ്പോൾ അവിടത്തേക്ക് എവിടെയാ ഇനി വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നും അവിടത്തേക്കില്ല. ദേഹം മോഹിച്ചു പോണ ആളല്ല അവിടുന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് ജീവസ്വരൂപേണ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നതാണ് ബുദ്ധിയും മനസ്സും അഹങ്കാരവും. അത് കഴിഞ്ഞാൽ പിന്നെ 58ാമത്തെ അധ്യായത്തിൽ 5 വിവാഹങ്ങളെ കുറിച്ച് പറയുകയാണ്. പാണ്ഡവന്മാരെ കാണാൻ ചെന്നു ഭഗവാൻ. ഏകതാ പാണ്ഡവാൻ ദ്രഷ്ടും ഭഗീതാൻ പുരുഷോത്തമനാണ് ഭഗവാൻ. കുലങ്ങളിൽ ശയിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവൻ ആ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തില് ആ പാണ്ഡവന്മാരോടൊപ്പം കഴിയുമ്പോഴാണ് അർജുനനെ കൂട്ടി നായാട്ടിന് പോയി നടന്നു. ഭഗവാൻ നായാട്ട് ചെയ്യോ? ഭഗവാൻ നായാട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അതിനുവേണ്ട കർമ്മോത്സവനാക്കി മാറ്റിയാണ് ഭഗവാന്റെ ലക്ഷ്യം. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഭഗവാൻ തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന ആ സത്വ സൃഷ്ടികളെ, സത്വഭാവനകളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലേ? നമ്മളൊക്കെ ഇവിടെ ഇന്ന് ഭാഗവതം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരധ്യായെങ്കിലും അമ്മയുടെ മുമ്പിൽ ഇന്ന് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ തട്ടി ഉണർത്താൻ ഈ സന്നിധിയിൽ വെച്ചാകുമ്പോൾ അതിൻ്റെ ഒരു മഹിമ കൂടുതലാണ്. അല്ലേ? അമ്മയുടെ ചൈതന്യം നടന്നു നിൽക്കുന്ന ഈ മസ്തകത്ത് വെച്ചൊരു അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കത്തി കിടക്കുന്നതെല്ലാം ഉയർന്നു വരും. അർജുനനും ഭഗവാൻ അനുഗ്രഹിച്ചത് അത് തന്നെയാണ്. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന ആ യുദ്ധവീര്യത്തിനെ ഒന്ന് തട്ടി ഉണർത്താൻ ഭഗവാൻ അനുഗ്രഹിച്ചതാണ്. അങ്ങനെ ആ കുറച്ച് മൃഗങ്ങളെയൊക്കെ നായാട്ടീന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഭഗവാൻ വിശന്നിട്ട് വയ്യാം. കാലിൻ്റെ തീരത്ത് എന്ന് അല്പം വെള്ളം കുടിച്ചു കാൽമുഖം കഴുകി നോക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി മേപ്പോട്ടേക്ക് നോക്കി സൂര്യനെ നോക്കി കരയണത് കണ്ടു. അർജുന ഒന്ന് പോയി അന്വേഷിച്ച് വരുമോ എന്ന് പറഞ്ഞു. അർജുനൻ ചെന്ന് ചോദിച്ചു ആ പെൺകുട്ടിയുടെ അടുത്ത്, പാത്രം കസ്യാസി ശിക്ഷോണി, നീ ആരാണ്? നിന്റെ അച്ഛൻ ആരാണ്? നിന്റെ അമ്മ ആരാണ്? നീ ഏത് കുലത്തിൽപ്പെട്ടതാണ്? എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് വെള്ളത്തിലങ്ങി നിന്ന് സൂര്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അഹം ദേവസ്യ സവിതു ദുഹിതാ പതിമിച്ഛതി വിഷ്ണു വരേണ്യം വരദം തവ പരമമാസ്ഥിത. ഞാൻ ആരാണെന്നറിയോ? ഞാൻ ദേവസ്യ സവിതു ദുഹിത. ഞാൻ സവിതാവായിരിക്കുന്ന സൂര്യന്റെ പുത്രിയാണ്. എന്തിനാ ഇവിടെ നിൽക്കേണ്ടത്? പതി ഇച്ഛതി, ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തിനാണത്? ഏതാണ് ഭർത്താവ്? വിഷ്ണു വരേണ്യം വരദ, ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഭർത്താവായിട്ട് വരണേ എന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് മറ്റൊരാളും വേണ്ട. അന്യം പതിവണേ വീര ശ്രീനികേതനം. ആ മഹാലക്ഷ്മിക്ക് സ്ഥാനമായിരിക്കുന്ന ഭഗവാന്റെ പദാരവിന്ദങ്ങളല്ലാതെ കൊണ്ട് മറ്റൊന്നും എനിക്ക് വേണ്ട. ആ ദേവിയുടെ വാക്ക് കേട്ടപ്പോ കാളിന്ദീതി സമാഖ്യാതാവസാമി യമുനാചലേ. എൻ്റെ പേരാണ് കാളിന്തി. ഞാൻ വസിക്കുന്നത് എവിടെയാ? കാളിന്തി യമുനാചലത്തിലാണ് എൻ്റെ താമസം എന്ന് പറഞ്ഞുകൊണ്ട് ആ യമുനാജലം പോലെ അവരുടെ മനസ്സ് നിർമ്മലമാണ്. അത് കണ്ട് ഭഗവാൻ പറഞ്ഞു, എന്നാ ഇവിടെ പോന്നോളൂ. അവരുടെ കൈ പിടിച്ച് അവളെ സ്വീകരിച്ചു. പിന്നെയാണ് വിന്ദാനന്ദന്മാരുടെ സഹോദരിയായിരിക്കുന്ന ആ മിത്രവിന്റെ ഭഗവാൻ വിവാഹം കഴിച്ചു. രാജാതിദേവ്യാതനയാം വൃത്തവിന്ദാം പുതുഷു പ്രഹസ്യക്ഷതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം ഭവശ്യതാം. ആ നൃത്തവിന്റെ ഭഗവാൻ വിവാഹം കഴിച്ചു. എന്തായിരുന്നു നൃത്തവിന്ദയുടെ ഗുണം? അത് ഭാഗവത ശ്രവണം ചെയ്തിട്ട് എത്രയോ കാലം, എത്രയോ ഈ ജന്മത്തിൽ മാത്രമല്ല ഇതിനു മുമ്പും കുറേ കാലം ഭാഗവത ശ്രവണം ചെയ്തതിൻ്റെ ഫലമാണ് നൃത്തവിന്റെ ഭഗവാൻ ആ സ്വയംവര മണ്ഡപത്തിന് പിടിച്ചു കൊണ്ടുപോയി വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ നഗ്നജിത്തിന്റെ പുത്രിയായിരിക്കുന്ന സത്യയ്ക്ക് കല്യാണം നിശ്ചയിച്ചു. അനവധി രാജാക്കന്മാർ ചലന കണ്ടപ്പോൾ ആ രാജാവ് എന്ത് ചെയ്തു? 7 കൂറ്റൻ കാളകളെ മൂക്കുകയറെ ബന്ധിച്ചാൽ അഴിച്ചുവിടും. അതിനെ പിടിച്ചു കെട്ടാൻ പറ്റാതെ കൊണ്ട് രാജാക്കന്മാരൊക്കെ മരിച്ചു വീണ കണ്ടപ്പോൾ കണ്ണൻ അങ്ങോട്ട് ചെന്നു. ഭഗവാൻ നിമിഷം
കൊണ്ട് ദഗ്ധാംബാലോ ദാരുമയാന്യഥാ കുട്ടികൾ മരപ്പാവ് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ 7 എണ്ണത്തിനെയും പിടിച്ചു കെട്ടിക്കൊണ്ട് ആ സത്യയെ വിവാഹം കഴിച്ചു. സത്യ എന്ന് പറഞ്ഞാൽ നീലയായിരുന്നു അത്ര പണ്ട് കാലത്ത്. നീല എന്ന് പറഞ്ഞാൽ അഗ്നി എന്നർത്ഥം. അപ്പോൾ അഗ്നിയാണ് ഇവിടെ ആ സത്യമായിട്ട് അവതരിച്ചത്. അതുകൊണ്ട് ആ സത്യയെയും ഭഗവാൻ വിവാഹം കഴിച്ചു. അപ്പോൾ ഏതാണ് ഈ 7 കാളുകളെന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാകുന്ന 7 എണ്ണം. അതിനെ ബന്ധിച്ചുകൊണ്ട് ആ ജീവനെയും ഭഗവാൻ സ്വന്തമാക്കി എന്ന് പറയുകയാണ്. പിന്നീട് ഏകപുത്രിയായിരിക്കുന്ന ഭദ്ര, മധുരരാജപുത്രിയായിരിക്കുന്ന ആ ലക്ഷ്മണയെയും ഭഗവാൻ വിവാഹം കഴിച്ചു. എത്രയെന്നറിയോ? ലക്ഷ്മണ അത് കാളിന്തി, പിന്നെ മൃത്യുവിന്ദ, സത്യ, അതേപോലെ ഭദ്ര, ലക്ഷ്മണ 5 ആയി. ഈ 5 എന്തിനെ കാണിക്കുന്നതാണ്? പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നതാണ്. നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ ബുദ്ധി, മനസ്സ്, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ഭൂമി, ആ ജലം, ഭൂമിയുമുള്ള പഞ്ചഭൂതങ്ങളോട് കൂടിയുള്ള ശരീരം. ഇനി 16,100 വിവാഹം കഴിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ. നരകാസുരൻ കൊണ്ട് നിർത്തിയതാണത്രേ പാദോഷപുരം എന്ന് പേരായിരിക്കുന്ന തൻ്റെ കൊട്ടാരത്തിലെ തടവറയിൽ കൊണ്ട് പ്രവേശിപ്പിച്ചതായിരിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ. ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം എന്താ? ഈ പെൺകുട്ടികളെല്ലാം നീ പ്രസവിക്കുന്നത് ആദ്യമായിരിക്കും സജ്ജനങ്ങളെ ആയിരിക്കുന്ന അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞു. ഒരിക്കലും സജ്ജനങ്ങൾ ഉണ്ടാവരുത് നാട്ടിൽ. അപ്പോൾ സജ്ജനങ്ങൾ ഉണ്ടായാൽ ഈ ലോകം എങ്ങനെയായിട്ട് മാറും? സ്വർഗതുല്യമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഏതാക്കി മാറ്റണം? നരകതുല്യമാക്കി മാറ്റണം. അതിനാണ് നരകാസുരൻ അല്ലേ? ഇതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രവൃത്തി. ഇന്ന് കാണുന്നില്ലേ? നമ്മുടെ ആൾക്കാരൊക്കെ എങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ട്. പിന്നെ മറ്റൊരാളെ പറയുന്നത്. അപ്പോൾ ഈ ഭൂമി മുഴുവനും നരകതുല്യമാക്കാൻ ശ്രമിക്കുന്ന നരകാസുരന്മാർ അന്നൊരാളെ കഴിവെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് നമ്മുടെ ഇടയിലുണ്ടല്ലേ. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ. ആ നരകാസുരൻ്റെ ഈ പ്രവൃത്തി കണ്ട ഭൂമിദേവി ഭക്തനെ വിളിച്ചു. നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേജോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ.